വ്യക്തിപരമായിട്ട് ഇവർ പലരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇത് നോക്കുമ്പോൾ, ഈ പറയുന്ന കണക്ക് കറക്റ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും വലിയ സംശയമുണ്ട്. പക്ഷേ ഞാൻ നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തിൽ തീർച്ചയായിട്ടും വലിയൊരു ആരോപണമായിട്ടൊന്നും അത് ഉന്നയിക്കാൻ പറ്റില്ല. മാത്രമല്ല ഒരു ദേശീയ മാധ്യമം സോഴ്സസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് 32 വോട്ടുകൾ വി.ഡി. സതീശന് കിട്ടിയെന്നാണ്. 47 വോട്ട് അപ്പുറത്ത് കിട്ടിയെന്ന് പറയുമ്പോൾ, അവരുടെ കണക്കിൽ 32 വോട്ടുകൾ വി.ഡി. സതീശന് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് ആനുപാതികമായിട്ട് കെ.സി. വേണുഗോപാലിനുള്ള വോട്ട് കുറയും. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അതിലെന്തെങ്കിലും മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടോ? അത് ബോധപൂർവമാണോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ആരെങ്കിലും മനഃപൂർവ്വം സഹായിക്കാൻ വേണ്ടി നിരീക്ഷകർ എന്തെങ്കിലും ചെയ്തതാണോ? ഇത് നമുക്ക് ഉറപ്പില്ല. നമ്മളൊരു കൃത്യമായ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ നമുക്ക് അതിന് മുമ്പിൽ തെളിവുകൾ വേണം. പക്ഷെ അങ്ങനെ ഒരു തെളിവ് നമ്മുടെ മുമ്പിൽ ഇല്ലാത്തിടത്തോളം കാലം ആ തെളിവ് പുറത്തു വരാനുള്ള സാധ്യത കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ലെവലിൽ തന്നെ അല്ലാതെ പുറത്തു വരാൻ ഇടയില്ലാത്തതുകൊണ്ട് നമ്മൾ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഇവിടെ ചിലത് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താ? അന്ന് ഈ പറഞ്ഞ 3 നേതാക്കളെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് രാഹുൽ ഗാന്ധിയും ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ സംസാരിച്ചതിന് ശേഷം അന്ന് പുറത്തു വന്ന ദീപാദാസ് മുൻഷി ഈ നേതാക്കളോടൊപ്പം പുറത്തു വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം വളരെ പ്രധാനമാണ്. ഇനി ഒരു ചർച്ചയുമില്ല. ഇനി ഈ 2 നേതാക്കളും ചേർന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നല്ലേ പറഞ്ഞത് സ്മൃതി? അന്ന് പറഞ്ഞത് അതാണ്. അതിന്റെ അർത്ഥം ഇനി ഒരു ചർച്ചയ്ക്കുള്ള യാതൊരു സാധ്യതയില്ല. തീരുമാനം ഏതാണ്ടായിട്ടുണ്ട്. അവര് തമ്മിൽ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അവര് തീർച്ചയായിട്ടും ഇനി കൂടുതൽ ചർച്ചകളോ കൂടുതൽ കൺസൾട്ടേഷനോ ഒന്നും ഉണ്ടാവില്ല. ഈ 2 നേതാക്കളും ചേർന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ചെന്നൈക്ക് പോയതും, അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു മന്ത്രിയുടെ മരണത്തെ തുടർന്ന് കർണാടകയിലേക്ക് പോയതും. പിന്നീട് കണ്ട ഡെവലപ്മെന്റ്സിൽ നമുക്ക് സംശയം തോന്നുന്ന, അല്ലെങ്കിൽ എന്തുകൊണ്ട് പിന്നീട് ഈ രീതിയിലുള്ള ഡെവലപ്മെന്റ് വന്നു? ഇതിലിപ്പോ ഇന്ന് ഈ വിളിച്ചു വരുത്തിയവരെ എല്ലാം തന്നെ നിരീക്ഷകർ കണ്ടവരാണ്. ഈ പറഞ്ഞ ഈ ഈ ഈ പറഞ്ഞ അതായത് വർക്കിംഗ് പ്രസിഡന്റുമാര് 3 പേര് അവരെ കണ്ടതാണ്. അതിൽ 2 പേര് വോട്ട് ചെയ്തവരാണ്. ഒരാളാവട്ടെ ഈ നിരീക്ഷകരുടെ മുമ്പിലെത്തി അഭിപ്രായം പറഞ്ഞ ആളാണ് ഷാഫി. അന്ന് നമ്മൾ തിരുവനന്തപുരത്ത് വന്ന് കണ്ട വരുന്നതും അവരെ കാണുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ വി.എം. സുധീരനും, അതുപോലെ ഇന്നിപ്പോ ഈ വിളിച്ചു വരുത്തിയ മുൻ കെ.പി.സി. പ്രസിഡന്റുമാര് ശ്രീ കെ. മുരളീധരനാണെങ്കിൽ അദ്ദേഹം ഇതിനകത്ത് വോട്ട് ചെയ്ത ഒരാളാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരുന്നില്ല, അദ്ദേഹത്തോട് അഭിപ്രായം പറയുന്നു. അപ്പൊ ഇതിനകത്ത് വന്നവരെല്ലാവരും തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ ആണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ അഭിപ്രായം നിരീക്ഷകരുടെ മുമ്പിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു തവണ നിരീക്ഷകരുടെ മുമ്പിൽ സ്വന്തം അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള ആളുകളെ മുൻ കെ.പി.സി.സി. പ്രസിഡന്റുമാരെയും അതുപോലെ തന്നെ നിലവിലുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഒക്കെ വീണ്ടും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തുന്നതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞാൽ നേതാക്കൾക്ക് കൃത്യമായി ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല.